ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയ. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിൽ കുറേ പേര് ചോദിച്ചൊരു വീഡിയോ ആണ് ഇയറിംഗ് കളക്ഷൻ. അപ്പോൾ ഇയറിംഗ് മാത്രമായിട്ട് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജ്വല്ലറി കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്യാവശ്യം കുറച്ചുണ്ട്. ഞാനതെല്ലാതും കൂടെ ഒറ്റയടിക്ക് മേടിച്ചോന്നല്ല, പണ്ട് മുതൽ എൻ്റെ ഉള്ള കുറച്ച് ഇയറിങ്സും പിന്നെ കൊളാബറേഷനായിട്ട് കിട്ടിയ ഇയറിങ്സും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മീഷോന്ന് മേടിച്ചതൊക്കെ ആയിട്ട് കുറേ ഉണ്ട് ഇയറിങ്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറുതെന്ന് തന്നെ തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് ബോക്സ്. ഞാൻ എല്ലാതും ബോക്സിലാട്ടോ വെച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം ഒരു വലിപ്പിലായിരുന്നു എല്ലാ ജ്വല്ലറികളും വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബോക്സിലാക്കിയിട്ട്. പക്ഷെ ഇപ്പോൾ അതിൽ സ്ഥലമില്ലാണ്ട് ഞാനിപ്പോൾ ഷെൽഫൊക്കെ ആയിട്ട് കയറ്റി വെച്ചു. ഇതാണ് ഫസ്റ്റ് ബോക്സ്. കുഞ്ഞൊരു ബോക്സാണ്. ഇതിൽ ഇങ്ങനെ ഡിവൈഡേഴ്സ് ഉണ്ട്. റൗണ്ടിൽ ഒരു ഫ്ലവർ. ഇത് മാമൻ ദുബായിൽ നിൽക്കി എന്തോ കാതിൽ ഓട്ടമില്ലാത്തവർക്ക് ഇടാൻ പറ്റിയ കമ്മലില്ലേ, അങ്ങനത്തെ കമ്മൽ കൊടുന്നപ്പോൾ അതിൻ്റെ ഡപ്പയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു വെറൈറ്റി കമ്മലെടുക്കാം. ഒരു കീയുടെ കമ്മലാണ്. ഇത് അമ്മയുടെ ആട്ടോ. ചിലതൊക്കെ ഇതിൽ കുറേ അമ്മയുടെ തന്നെയാണ്. അമ്മ ഇടാത്ത കമ്മലൊക്കെ എനിക്ക് തരും. ഇതും അമ്മയുടെ തന്നെയാണ്, ഒരു മെറ്റലിൻ്റെ. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല, അപ്പോൾ വീഡിയോ നല്ലോണം ലെങ്താവും. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതെപ്പോഴും ഞാനിടും. ഇത് കുറേ ആയി, ഒരു 2 വർഷം, രണ്ടൊന്നും പോരാ, ഒരു 4 വർഷത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് ഈ കമ്മൽ. എനിക്ക് അച്ഛൻ മേടിച്ചതാണ് കേട്ടോ. ബ്ലാക്ക് മെറ്റിൻ്റെ ജുംക്ക, ഭയങ്കര കുഞ്ഞാ. ഇതും ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. ഇത് അമ്മ മേടിച്ചത് കമ്മൽ. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇടാറുണ്ട് ഇത്. ഒരു ഗ്രീൻ ഡ്രസ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതിൻ്റെ കൂടെ രണ്ടും നന്നായിട്ട് പെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഞാൻ ചിലതൊക്കെ എനിക്ക് റേറ്റ് ഓർമ്മയുണ്ട് കേട്ടോ. ഇതൊരു ആപ്പിളിൻ്റെ നല്ല രസമായിട്ടുള്ള ഇയറിംഗ് ആണ്. ഇതിന് 30 rupees ആയിരുന്നു. ഇവിടെ ചാവക്കാട് ജെല്ലി സ്റ്റോഴ്സിൽ നിന്ന് മേടിച്ചതാണ്. 30 rupees ആയിരുന്നു. കുറേ മുമ്പ് മേടിച്ചതാണ്. പിന്നെ അടുത്തത് ഇത് ചിഞ്ചിച്ച് തന്നതാണ് കേട്ടോ. ചിഞ്ചേച്ചിനെ കുറിച്ച് ഇനി പറയണ്ടല്ലോ, കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതും ഇത് എനിക്ക് ആര് മേടിച്ചെന്താ, ഇതൊരു കമ്മൽ. ഇതെന്തോ ചിഞ്ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് അമ്മ മേടിച്ചെന്താ. ഇത് കല്ലൊക്കെ പോയിട്ടാ. അപ്പം അങ്ങനത്തെ. അപ്പോൾ ഇതിൽ ഇത്ര ഉള്ളു. പിന്നെ നടുവിൽ ഞാൻ ചങ്കിരികളില്ലേ, അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നിടാറുണ്ട്. അപ്പം അത് അടുത്തത് ഒരു രസമായിട്ടുള്ള തന്നെ എടുക്കാം. ഇതൊരു എംബ്രോയിഡറി ഹൂപ്പാണ്. അതിൽ ഞാൻ ജീൻസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാട്ടോ ഈ പരിപാടി. കണ്ട. അപ്പോൾ ഇതൊരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു, അപ്പോൾ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കമ്മലുകളുണ്ട്, ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചു തരാം. ഒരു ജുംക്ക. ഇതെനിക്ക് അമ്മ ഒരു കല്യാണത്തിന് മേടിച്ചതാണ് കേട്ടോ. ഇതൊരു കല്യാണം ഉണ്ടായപ്പോൾ ഒരു പിങ്ക് ടോപ്പായിരുന്നു. അപ്പോൾ അതിലേക്ക് പിങ്ക് കളർ സ്റ്റോൺ വന്ന ഒരു കുഞ്ഞു ജുംക്ക. നല്ല രസമാണ്. അപ്പോൾ ഇതിൽ ഓട്ടമുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുത്തി കയറ്റാം. അടുത്തതും അമ്മ മേടിച്ചത് തന്നെയാണ്. ഇത് കുറേ ആയിട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെ എൻ്റെ കയ്യിൽ കുറച്ചായി, ഒരു 3 വർഷത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് അമ്മയുടെ കമ്മലാണ്. അമ്മ ഒരു കമ്മൽ ഭ്രാന്ത് തന്നെയാണ് കേട്ടോ. ഞാനും കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മ ചില ഇഷ്ടപ്പെടുന്ന കമ്മൽ മേടിക്കും. ഇതൊക്കെ മുമ്പത്തെയാണേ. അപ്പോൾ അത് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ ആയിട്ട് എനിക്കിഷ്ടമായ എനിക്ക് തരും. ഇതും വേറൊരു കമ്മൽ. ഇത് എനിക്ക് ചിന്തിച്ച് മേടിച്ചെന്നൊരു കമ്മലാണ്. അവിടെ ആകാശമായിട്ട് അവിടെ നിൽക്കാൻ പോയപ്പോൾ ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ കമ്മൽ മുമ്പ്. ഇത് കയറ്റാൻ പറ്റണില്ല. അടുത്ത ഞാൻ ഇതുവരെ ഇടാത്തൊരു കമ്മലാണ്. ഇത് ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ എടുത്ത് കഴിഞ്ഞ് തിരിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു ഭയങ്കര ട്രെൻഡാണ്. ഇപ്പോഴും അത് ട്രെൻഡിൽ തന്നെയാണ് പോകുന്നത്. ഇത് കളർഫുള്ളായിട്ടുള്ള സ്റ്റോണും നിറച്ച് ഗുങ്കുരൂസൊക്കെ വന്നിട്ട് വലിയ കമ്മലാണ്. നല്ല വെയിറ്റും ഉണ്ട്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചാണ്. ഇതിന് 197 രൂപയായിരുന്നു റേറ്റ്. ഏകദേശം 200 രൂപയുടെ അടുത്താണ്. ഇതുവരെ ഇടാൻ ഉള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ഇടാൻ ചാൻസ് കിട്ടിയാൽ ഇടും. വെറുതെ ഇട്ട് നടക്കില്ല. പുറത്തൊന്നും പോകുമ്പോൾ ഞാൻ ഇടില്ല. വല്ല റീൽസൊക്കെ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഞാൻ എന്തായാലും ഇത് ഇടും കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു 2 നെക്ലേസ് അല്ല, മാലകൾ. 2 മാലകളാണ്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് അമ്മു ചേച്ചി മേടിച്ചതാണ് കേട്ടോ. അമ്മു ചേച്ചിയുടെ വലിയമ്മ അമ്മു ചേച്ചിക്കായിട്ട് മേടിച്ചതാണ്. പേളിൻ്റെ ഒരു മാല. നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള മാലയാണ്. ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പുറത്തൊന്നും പോകുമ്പോഴിട്ടില്ല. ഇത് ഞാൻ ഇതുവരെയും ഇട്ടിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിൽ തന്നിട്ട് കുറേ ആയിട്ടോ. എനിക്ക് മേടിച്ചെന്നാണ് അവർ. അല്ല, ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മളുടെ വലിയ പെട്ടികളിലേക്ക് കടക്കാം. വലിയ പെട്ടികൾ കാണിച്ചു തരാം. വലിയ പെട്ടികൾ ഈ ഒരു വലിയ പെട്ടിയാണ്. അതിൻ്റെ ഉള്ള ബോക്സുകളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റാണ്. നമുക്കിത് പൊട്ടിക്കാം. പൊട്ടിക്കലത് ഓർക്കാം.
അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചൊരു ബോക്സാണ്. ഇതിന് 211 റേറ്റ് ഈ ബോക്സിന്. നല്ല ഓർമ്മയുണ്ട് റേറ്റൊക്കെ. അപ്പോൾ ഇത് ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളതാണ്. ഈ കമ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ഊരാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കണ്ടോ വലിയ കമ്മലൊക്കെ ഞാൻ ഊരിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വലുത് ഒരു സെക്ഷൻ ഇങ്ങനെ ഊരുക. കാണിച്ചു തരാം കമ്മലില്ലാത്ത ഭാഗം കണ്ടോ, ഇതുപോലെ ഊരുക. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. നമ്മളിത് അതിനനുസരിച്ച് വെക്കുക. അപ്പോൾ വലിയ കമ്മലാണെങ്കിൽ ഈ സെക്ഷൻ അങ്ങോട്ട് ഊരിയിട്ട് വലിയ കമ്മലായിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം. പിന്നെ വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് വെക്കാമെന്ന്. പിന്നെ ഒരു ഐഡിയ കിട്ടിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കമ്മലാണ്, ഒരു ത്രെഡിൻ്റെ കമ്മൽ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചു തന്നെ കേട്ടോ. ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ കോംബോ ആയിട്ടുള്ളതാണ്. ഇതുണ്ട് കോംബോയിൽ കണ്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ലാതെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം വേറെ വലിയൊരു കമ്മലുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അതിൽ ഒരാളുണ്ടായിരുന്നു, അപ്പോൾ ആൾക്ക് കൊടുത്താണ് ഒരു വലിയ കമ്മൽ കേട്ടോ. അടുത്തത് കിഡിലൊരു സംഭവമാണ് കണ്ടോ. ഈ ഒരു പേരില്ലേ നേരത്തെ കാണിച്ചത്, ഇതിന് 4 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം പൊട്ടിപ്പോയി, ഞാൻ എന്തോ ചെയ്തപ്പോൾ പൊട്ടി. അപ്പോൾ ആ 4 എണ്ണത്തിനും 170 രൂപ സംതിങ് ആയിരുന്നു കേട്ടോ കോംബോ. മീഷോ തന്നെയാണ്, ഇതും മീഷോ തന്നെയാണ്. ഒരു മഞ്ഞ കളറും പൂവൊക്കെ ആയിട്ട് സൂപ്പറാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. പിന്നെ നല്ല വെയിറ്റും ഉണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ. അടുത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചിട്ടുണ്ട് മീഷോ ഹാളിൽ. തീരെയും വെയിറ്റ് ഇല്ലാത്തൊരു അടിപൊളി ഇയറിംഗ് ആണ് ത്രെഡിൻ്റെ. ഇതിന് 170 രൂപ മറ്റായിരുന്നു. ഇതടുത്തത് അതുപോലെ ത്രെഡായിട്ടുള്ള. ഇതിൻ്റെയൊക്കെ ഫാഷൻ തീർന്നു, എന്നാലും മേടിച്ചപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതാണ്. ഇതിന് 100 സംതിങ് ആണ് കേട്ടോ. ത്രെഡ് ഇയറിങ്സ് എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് തന്നെ ഉള്ളൂ കണ്ട. പിന്നെ ഈ ബോക്സിൻ്റെ പ്രത്യേകത പോകുന്നു, ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇച്ചിരി അമർത്തിയൊക്കെ വെക്കണം. നമുക്ക് അപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് നല്ല വെറൈറ്റി ബോക്സ് ആയില്ലേ ഇപ്പം. ഇനി നമുക്ക് ഇതെടുക്കാം. ഇത് എനിക്ക് അച്ഛമ്മ മേടിച്ചെന്ന കമ്മലാണ് കണ്ട, നല്ല ഭംഗിയുള്ള കമ്മലാണ്. ഇത് ഞാൻ റീൽസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ മേടിച്ചെന്ന കമ്മലുണ്ട് കേട്ടോ കുറേ. ഇത് എനിക്ക് ഓർമ്മയില്ല. ഇത് ചിന്തിച്ച് മേടിച്ചെന്ന കമ്മലായിരുന്നു കേട്ടോ. കുറേ കമ്മലുകൾ മേടിച്ചെന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു റോസ്. ഇതിൻ്റെ പ്രത്യേകത ഈ അടിയത്തെ സംഭവം മാറ്റിയിട്ട് ഈ റോസ് മാത്രമായിട്ടും ഇടാം. അടുത്തതൊക്കെ മീഷോ താരം തന്നെയാണ്. ഈ ഒരു കമ്മൽ ഒരു ജുംക്കയാണ്. നിറച്ചടിയിൽ കുറേ ജുംക്കകളൊക്കെ വന്നിട്ട് ലെയർ. ഇത് ഭയങ്കര ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ട്രെൻഡ് തീർന്നു. ഇതിലും 100 സംതിങ് തന്നെയായിരുന്നു. അടുത്തതും അമ്മ മേടിച്ചതാണ്. ഇതൊരു റിസപ്ഷന് വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹൂപ്പ് റിംഗ് ആണ്. അടുത്തത് ഇതും ചേഞ്ചേഴ്സ് മേടിച്ചെന്ന കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. ഒരു പർപ്പിൾ കളറ്, പിന്നെ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ളതും. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് ഇഷ്ടമായി. അതൊരു സ്ക്വയർ ആയിരുന്നു. അടുത്തത് ഒരു റെയിൻബോ കമ്മലാണ്. ഇതിൻ്റെ ട്രെൻഡ് പറയണ്ടല്ലോ, ഭയങ്കരമായിരുന്നു ആ സമയത്ത് മേടിച്ചത്. ഇത് എനിക്ക് അച്ഛൻ മേടിച്ചെന്താണ്. ഇത് ഞാൻ ഒരു സമയത്ത് റീൽസൊക്കെ എടുക്കുമ്പോൾ ഇത് മാത്രം ഞാൻ ഇട്ടിരുന്നു, എല്ലാത്തിലും തന്നെയായിരുന്നു ഇട്ടിരുന്നത്. അടുത്തത് ചിന്തിച്ച് മേടിച്ചത് ഞാനാണ്. ഇപ്പം ഇന്നാൾ കുറച്ച് മുമ്പ് ചിന്തിച്ച് ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ചിന്തിച്ച് ആകാശേട്ടനും തിന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കമ്മൽ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, അതിലത്തെയാണ് ഇത്. നമ്മൾ അടുത്ത കമ്മൽ വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് കട്ടായി പോയിട്ടോ ഒരു കോള് വന്നപ്പം. അടുത്തത് നേരത്തെ അണിച്ച റെയിൻബോ കമ്മലില്ല, അതിൻ്റെ താഴെ ജുംക്ക ഉണ്ടായിരുന്നു. ഇത് ജുംക്ക ഇല്ലാത്തത് കേട്ടോ, റെയിൻബോ തന്നെയാണ്. ഇതിന് 80 രൂപയോ 30 രൂപയോ സംതിങ് ആയിരുന്നു. ഇതും ചിന്തിച്ച് തന്നെയാണ്. ഇതെന്ത് ഷേപ്പാണ്, അതിന് ഇത് പേരില്ലേ, എന്തോ ഒരു പേരുണ്ട് അതിന്. അങ്ങനത്തെ ഷേപ്പാണ്. ഇങ്ങനത്തെ എൻ്റെ ഇല്ല കേട്ടോ, ഇങ്ങനത്തെ ഷേപ്പ് കമ്മൽ. അടുത്ത ജുംക്ക എടുക്കാം. ഒരു റെയിൻബോ കമ്മലാണ്. ഇത് അച്ഛൻ മേടിച്ചതാണ് കേട്ടാ, ഒരു ജുംക്കയാണ്. ഇതിനും 100 രൂപ താഴെ തന്നെയാണ്. അടുത്ത എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ജുംക്കയൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, കിട്ടുകയാണെങ്കിൽ കിട്ടും, അങ്ങനെയുള്ളൂ. വലിയ ഫാനൊന്നല്ല കേട്ടോ. ഇത് അമ്മയുടെ കമ്മലാണ്, ഒരു പീക്കോക്ക് കമ്മലാണ്. ഇതൊരു 3-4 വർഷത്തോളം ആയിട്ടുണ്ട്. ഒരു കല്യാണത്തിന് മേടിച്ചാണ്. ഇതിപ്പോൾ അമ്മ എനിക്ക് തന്നു, അടിപൊളി.
അടുത്തത് ഞാൻ ഉണ്ടാക്കിയൊരു കമ്മലാണ്. ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഉണ്ടാക്കിയൊരു കമ്മലാണ്. ബീഡ്സൊക്കെ വെച്ചിട്ട് എന്തോ വളയെന്ന് ഞാൻ പൊട്ടിച്ചെടുത്ത സാധനങ്ങളാട്ടോ ഇതൊക്കെ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. എനിക്കിഷ്ടമാണ്. ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു റീൽസിലൊക്കെ. അടുത്തതും ഒരു ഹൂപ്പാണ്. കയ്യിൽ വയ്ക്കണേക്കാട്ട് നല്ല നിലത്ത് വയ്ക്കണതാ. കണ്ടോ, ഹൂപ്പാണ്. ഒരു മെറ്റലാണ് വന്നിട്ടുള്ളത്. നോർമൽ ഹൂപ്പ് പോലത്തെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സംഭവം കേട്ടോ. അടുത്തത് ഒരു ഹാങ്ങിങ് ടൈപ്പ് ഇയറിംഗ് ആണ്. ഇതെനിക്ക് അമ്മയിച്ച് തന്നാണ് കേട്ടോ. ഇത് കുറേ മുമ്പത്തെ ടൈപ്പാണ്. നല്ല ട്രഡീഷണൽ ലുക്കുള്ളതാണ്. അടുത്തത് ഒരു വെറൈറ്റി കമ്മലാണ്. ഇതിപ്പോൾ ഒരു റോസ് ഗോൾഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഇടാം. സ്റ്റഡായിട്ട് ഇത് മാത്രമായിട്ട് ഇടാം. അല്ലാതെ ഇതാണ് അതിൻ്റെ സ്റ്റഡ്. ഉണ്ടോ, ഇതുപോലത്തെ കമ്മല. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ കാണാം, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും അമ്മയുടെ തന്നെയാണ്. എനിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ. അടുത്തത് അടിപൊളി കമ്മലാണ്. ഇത് ചേച്ചി എന്നാണ് കേട്ടോ. പീച്ച് കളർ കമ്മൽ. പീച്ച് കളറിൻ്റെ ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു കൊട്ടക്കമ്മൽ. അടുത്തതും ഒരു കൊട്ടക്കമ്മൽ തന്നെയാണ്. വലിയ കമ്മൽ കണ്ടോ. താഴത്തെ 3 കൊട്ടക്കമ്മലൊക്കെ ആയിട്ട് വന്നിട്ട് ഗുങ്കുരൂസാണ് താഴെ. റെയിൻബോ ഗുങ്കുരൂസ്. പിന്നെ ഒരു പിക്കോക്ക്. ഇവിടെ മിററൊന്നും ഉണ്ടായിട്ട് പൊട്ടിപ്പോയൊന്നല്ല കേട്ടോ. അത് അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. ഇതും കുറേ ആയി. ഇത് അച്ഛൻ മേടിച്ചെന്ന് തന്നെയാണ് കേട്ടോ. അച്ഛമ്മനായിട്ട് ഞാൻ പുറത്ത് പോയപ്പോൾ. ഇത് അമ്മയുടെ കമ്മൽ. ഒരു ചുവപ്പ് കമ്മലാണ്. കുട്ടി 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 ജിംക്ക വന്നിട്ട് ഈ 2 കമ്മലും കൂടെ ഉള്ളൂ. അടുത്തതും ജിംക്ക തന്നെയാണ്. ഇതും എനിക്ക് അച്ഛൻ മേടിച്ചെന്നാണ്. അച്ഛൻ മേടിച്ചത് അച്ഛമ്മ പുറത്ത് പോയി. അച്ഛമ്മ മാത്രമായിട്ട് മേടിച്ചെന്നല്ല, ഞാൻ അച്ഛമ്മയും കൂടെ പുറത്ത് പോയപ്പോൾ അച്ഛമ്മയുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അച്ഛമ്മ മേടിച്ചെന്ന് പറഞ്ഞ കമ്മലുകളൊക്കെ ഉണ്ടോ. ഒരു കമ്മലും കൂടെ ഉണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. ഇതും ഒരു കല്യാണത്തിന് മേടിച്ചാണ്. പേപ്പറിൻ്റെ കനം പോലും ഇല്ല കേട്ടോ ഇതിന്. അത്രയും വെയ്റ്റ്ലെസ് ആണിത്. ബ്രൗൺ കമ്മൽ ഉണ്ടോ. നല്ല അടിപൊളി കമ്മലാണ്. അപ്പോൾ നമ്മൾ ഈ ബോക്സൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ബോക്സാണ് ഉണ്ടാവും. വലിയൊരു ബോക്സാണ്. വലിയ ബോക്സാണെന്ന് വിചാരിക്കുന്നു അടച്ചുണ്ടാവുമെന്ന്. നിറച്ചൊന്നുമില്ല. ഇതിന് 80 രൂപയാട്ടോ. ഈ ബോക്സിൻ്റെ റേറ്റ് 80 രൂപയാണ്. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ ബോക്സിലായിട്ട് ഈ ബോക്സുകളില്ലേ ഇങ്ങനെ സെപ്പറേറ്റിങ് 3 കോംബോ ആയിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇങ്ങനത്തെ 3 സെറ്റ്. അപ്പോൾ കുഞ്ഞിതെടുക്കാം. അവിടെ സൈഡിൽ വെച്ചിട്ടുള്ളത്. എനിക്ക് ഇങ്ങനത്തെ ബോക്സിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ചിന്തിച്ചെന്ന് തന്നെയാണ്. ഒരു കുഞ്ഞ് എന്ത് തുണിയെടുക്കണം. ഒരു സ്റ്റാറിൻ്റെ ഒരു കമ്മൽ കേട്ടോ. അപ്പോൾ അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഞാൻ മറ്റേ സ്കൂളിൽ പോണ ഭരത പറഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടാൽ കേട്ടോ. ഒരു കമ്മൽ. ഇത് അമ്മയുടെ കമ്മൽ തന്നെയാണ്. അതൊക്കെ വൃത്തിയാക്കുമ്പോൾ എനിക്ക് തന്നാണ്. ഷെൽഫൊക്കെ വൃത്തിയാക്കുമ്പോൾ. ഇത് സൂപ്പർ കമ്മലാട്ടോ. ഒന്ന് മീഷോ ഒന്ന് മേടിച്ചാണ്. ഇതിന് ഒരെണ്ണത്തിന് 100 സംതിങ് ഉണ്ട്. ഒരു ബ്ലൂ കളർ ബട്ടർഫ്ലൈയുടെ. അടുത്തതും നല്ല നേരത്തെ കാണിച്ച പോലത്തെ ഒരു വെറൈറ്റി കമ്മലാണ്. ഇതാണ് അതിൻ്റെ സ്റ്റഡ്. അത് സ്റ്റഡല്ല, ചങ്കീരി. ഇതാണ് അതിൻ്റെ സ്റ്റഡ് മേൽഭാഗം. അപ്പോൾ ഞാനിത് ഇങ്ങനെയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഞാൻ താഴ്ത്തി വെച്ചിട്ടിട്ടാണ്. നല്ല ലുക്ക് ഉണ്ടാവും കാണാനായിട്ട്. ഇത് ഞാൻ ഒരു 1-2 വട്ടം ഇട്ടിട്ടുള്ളൂ. ഇതും അമ്മയുടെ തന്നെയാണ്. ഇത് കഴിഞ്ഞു. അടുത്തത് ഈ ഒരു ബോക്സാണ്. ഇത് ചോക്കർ സെറ്റുകളാണ്. ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് അങ്ങനെ എടുത്ത് കാണിക്കുള്ളൂ. മറ്റേ നമ്മളെ മെറ്റൽ ചോക്കർ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ മുമ്പ്. അതാണ് കൂടുതൽ കാണിക്കാറ്. എന്നാലും നമ്മൾ അസ്വി മലയാളം ചാനൽ മേക്ക് ഓവർ ചെയ്തില്ലേ, അല്ല അതുപോലത്തെ ഒരു ലുക്ക് ചെയ്തില്ലേ, അതിനിട്ടത്. പിന്നെ ഇത് മീഷോന്ന് മേടിച്ചത്. ഇതിൽ എൻ്റെ ചോക്കറുകൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. 4 ചോക്കറുകൾ എൻ്റെ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ചോക്കറാണ്. ഗ്രീൻ സ്റ്റോണൊക്കെ. അതിൻ്റെ കമ്മലുകളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അടുത്ത ഈ ബോക്സാണ്. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇതൊരു ഡബിൾ ലെയർ മാലയാണ്. അത് മാത്രമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കമ്മലിടുമ്പോൾ ബാക്കിലിടുന്ന ഒരു സാധനമില്ലേ, ഇങ്ങനെ ഇടുന്ന ഇയർ ചെയിൻ, അത്. പിന്നെ ഒരു മാട്ടി ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ചോക്കേഴ്സാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് ട്രഡീഷണൽ ടൈപ്പ് ചോക്കറുകൾ. ഇത് കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ചോക്കറുകൾ. എൻ്റെ വാച്ചാണ്, 3D വാച്ച്. ഇത് യൂട്യൂബിൽ നിന്നല്ല, മീഷോന്ന് മേടിച്ച തന്നെയാണ്. ഇപ്പോൾ 7:50 സമയം രാത്രി.
അതുപോലെ തന്നെ ഇതൊന്നും എടുത്ത് കാണിക്കാത്തത് ഞാൻ മീഷോ ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്ത എന്തായാലും പോയി കാണിട്ട്. ഇതൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് ഞാൻ ആമസോൺ ഹോളിൽ കാണിച്ചിട്ടുണ്ട്, ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തത്. ഇത് തന്നെ മറ്റേ സ്വാനിൻ്റെ ചെയിന്. ആൻഡ് അടുത്തത് ലാസ്റ്റ് ബോക്സ്. ഇതിലൊക്കെ ഞാൻ എടുത്ത് കാണിക്കാം. ഇതിൽ കുറേ കൊളാബറേഷൻ കിട്ടിയത് തന്നെയാണ്, കുറേ അല്ല മൊത്തം കൊളാബറേഷൻ കിട്ടിയത് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് എടുക്കാം. ഇതൊരു കൊട്ടക്കമ്മലാണ്. ഇത് സിസ്റ്റർഹുഡ് പേജ് ആണ് കേട്ടോ. ഇതും ഒരു സിസ്റ്റർഹുഡ് അല്ല, ഇൻസ്റ്റഗ്രാമിൽ സിസ്റ്റർഹുഡ് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് തന്നെ തന്നാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഹോൾ വീഡിയോയിൽ കേട്ടോ. ഇതിൻ്റെ 2 കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്ക് കൊടുത്തു. പിന്നെ ഇതും സിസ്റ്റർഹുഡ് തന്നെ തന്നെയാണ്. ഒരു ഹാങ്ങിങ് ഇയറിങ്. അതേ വേറെ ഒന്നും കൂടെ ഉണ്ട്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ, ഇടാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. ഇത് ഇയറിങ് ഫാക്ടറി ആണോ? ഇത് ഇയറിങ് ഫാക്ടറി ആണ് തന്നത്, ഇൻസ്റ്റഗ്രാം പേജ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇയറിങ് ഫാക്ടറിയുടെ. ഇതെൻ്റെ ഫേവറേറ്റാണ്, നല്ല ഇഷ്ടമാണ് ഈ കമ്മൽ. തീരെ വെയിറ്റൊന്നുമില്ല കേട്ടോ. അടുത്തതും ഒരു ഇൻസ്റ്റഗ്രാം പേജ് തന്നെയാണ്, ഇയറിങ് ഫാക്ടറിയുടെ തന്നെ. ഇത് ആമസോൺ അല്ല, ഇതും ഇയറിങ് ആ പേജ് തന്നെ, ഇൻസ്റ്റഗ്രാം പേജ് തന്നെ തന്നാ കേട്ടോ ആമസോണിൽ. ഇത് തീരെ വെയിറ്റ് ഇല്ലാത്തതാണ്. ഇത് മീഷോന്ന് മേടിച്ചാണ് നമ്മൾ. 230 ഇതിൻ്റെ റേറ്റ് കേട്ടോ. പല കളറുകളും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞ് കേട്ടോ വെച്ചരാം, ഇങ്ങനത്തെ ടൈപ്പ് കമ്മലുകളില്ലേ, ഇങ്ങനത്തെ അത് 3 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്, 3 പേര്. ഒരു ഗോൾഡ്, ഇത് ചിന്തിച്ച് തന്നതാണ്, ഒരു തന്നല്ല മേടിച്ചെന്നാണ്. ഒരു സിൽവർ ബ്ലൂ കളറ്, ഇതും ചിന്തിച്ച് തന്നതാണ്. ആൻഡ് ഇതും ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്നാണ്. ഇതും ഇയറിങ് ഫാക്ടറി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കാലിയായിട്ടിരിക്കുക കേട്ടോ, ഇവിടെ അതിനുള്ളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഇയറിങ്സ്. നമുക്ക് അതേപോലെ തന്നെ തിരിച്ചെടുത്ത് വയ്ക്കാം. ഒരെണ്ണം കൂടെ ഉണ്ട് ഈ ബോക്സ്. ഇതിൽ മാത്രമായിട്ട് ഞാൻ ഈ പീക്കോക്കിൻ്റെ നെക്ലേസ് ഇട്ട് വെച്ചെടുക്കുകയായിരുന്നു കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും ഇതുവരെ പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ടില്ല, അതിനുള്ള ചാൻസ് കിട്ടിയല്ലേ നമ്മളിട്ടോ. ഇത് ഞാൻ മീഷോ ഹോളിൽ തന്നെ കാണിച്ചിട്ടുള്ള സംഭവം തന്നെയാണ്. കണ്ടോ, ഭയങ്കര ഹെവി ലുക്കാണ്. ഭയങ്കര ഹെവി എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ലുക്കാണ്. സിമ്പിൾ ലുക്കാണെങ്കിൽ ഒട്ടും നിങ്ങൾക്ക് ചേരില്ല കേട്ടോ. ഇതാണ് സംഭവം. ഇത് നല്ല കട്ടിയുള്ള ത്രെഡൊക്കെ കേട്ടോ വന്നിട്ടുള്ളതും. അപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ആകെ ഇതായി എടുക്കുമ്പോൾ കെട്ടായി എന്ന് വിചാരിക്കും, തീരും കെട്ടാവില്ല. അതിന് തന്നെ ക്യൂട്ട്. അയ്യോ അത് പൊട്ടിയോ, ഞാൻ അതറിഞ്ഞില്ല. ഇതിങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ക്യൂട്ട് ഇയറിങ്ങും ഉണ്ട്. എൻ്റെ അത് കാണുന്നില്ല, ഞാൻ ചമ്മിപ്പോയി. അപ്പോൾ ഇത് മാത്രമായിട്ട് ഇതിൽ ഇട്ട് വെച്ചു. വേറെ ഇടുകയാണെങ്കിൽ തന്നെ അത് മൊത്തത്തിൽ കെട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചത്. അതുപോലെ തന്നെ ഞാൻ ഇട്ട കമ്മലും ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കൊളാബ് കിട്ടിയതാണ് കേട്ടോ. കൊളാബറേഷന് കിട്ടിയ കമ്മലുകളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 1 പാർട്ട് 2 ചെയ്യാൻ മാത്രമായിട്ടൊന്നും അധികമൊന്നുമില്ല. ഞാനിത് എന്താ ഇത്രയാണ് ഉള്ളത്. കാണുമ്പോൾ ഒരുപാടുണ്ടാവും തോന്നും, പക്ഷെ അധികമൊന്നുമില്ല. അപ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ജ്വല്ലറി കളക്ഷൻ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെന്നും പറയാറില്ല പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. തൊട്ടടുത്ത് വന്ന് കുഞ്ഞു ബെല്ലെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് അത് ഓൺ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു സൂപ്പർ കില്ല വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.